നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഒരു മഹിയും ഒരു ഗംഗയും രണ്ടിനെയും കൊണ്ട് ഒരു മനസമാധാനം ഇല്ലാണ്ടായി. അമ്മയൊന്ന് സമാധാനത്തോടെ ഇരിക്കേ. എങ്ങനെ സമാധാനിക്കും? ഇപ്പൊ തന്നെ കണ്ടില്ലേ, മരണത്തിന്റെ മുന്നിൽ നിന്ന് രക്ഷപ്പെട്ട് വന്നിട്ട് അവള് റെസ്റ്റ് എടുക്കുമല്ല. ബാക്കിയുള്ളവരുടെ ജീവിതത്തിനകത്ത് കയറി അവരുടെ മനസമാധാനവും സന്തോഷവും നശിപ്പിക്കാനുള്ള മാർഗം നോക്കുക. എനിക്ക് മനസ്സിലാവാത്തത് അവക്ക് നിന്നോട് എന്താ ഇത്ര വൈരാഗ്യം? എനിക്കറിയില്ലമ്മേ. ഇതിപ്പോ ആദ്യമായിട്ടൊന്നുമല്ല അവള് നിനക്കെതിരെ സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും. ഇന്നാള് നിന്റെ കൈ പിടിച്ച് തിളച്ച എണ്ണയിൽ മുക്കി. ഇപ്പൊ ഇതാ നിന്റെ കല്യാണം ആലോചിക്കുന്നതിന് മുമ്പേ തന്നെ അത് മുടക്കാനുള്ള വഴികൾ കണ്ടുപിടിക്കുന്നു. അവൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഞാൻ കല്യാണം കഴിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഞാൻ മാത്രമാണ്. ഞാൻ മാത്രം എന്ന് പറഞ്ഞാ നമ്മൾ മാത്രം തീരുമാനിച്ചിട്ട് എന്ത് നടക്കാൻ? ഒന്നും നടക്കാൻ പോകുന്നില്ല. പറയുമ്പോ ഈ കൈലാസത്തിലെ രാജ്ഞിയാണ് ഞാനെന്നൊക്കെ പറയാം. വെറുതെ ഒരു പൊങ്ങച്ചം, അത്രേ ഉള്ളൂ. ഇവിടുത്തെ എല്ലാ കാര്യങ്ങളിലെയും അവസാന വാക്ക് മഹിയാണ്. ഞാനൊരു തീരുമാനം എടുത്താൽ പോലും അത് മഹി വേണ്ടാന്ന് പറഞ്ഞാ അത് വേണ്ടാന്ന് തന്നെയാണ് അർത്ഥം. അമ്മ പറഞ്ഞു വരുന്നത് ഞാൻ എന്റെ തലയെടുത്ത് ആ മഹിയുടെ കക്ഷത്തിന് കീഴെ കൊണ്ടുവയ്ക്കണമെന്നാണോ? അല്ല, നമ്മുടെ കാര്യങ്ങളിൽ തീരുമാനം എടുക്കാൻ ആരും ഉണ്ടാവരുത്. അത് നമ്മുടെ അവകാശമാണ്. അവിടെ വേണ്ടത് ഗംഗയുടെ നാശമല്ല, മഹിയുടെ നാശം. അതാണ് വേണ്ടത്. ഗംഗ ഒരു പീറ പെണ്ണ. അവള് കാലിന്റെ വല്ല ബന്ധുവായിരിക്കും. അതാ പഴുതുകളടച്ച് പല കെണികൾ വെച്ചിട്ടും അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടു വരുന്നത്. അവള് വിട്ടേക്ക്. നമ്മുടെ ശ്രദ്ധ മഹിയുടെ നാശമായിരിക്കണം. അത് എടുത്തു ചാടി ചെയ്യേണ്ട കാര്യമല്ല. എടുത്തു ചാടിയാൽ ഓരോ കെണികളിൽ നിന്നും ഗംഗ രക്ഷപ്പെട്ടു വരുന്നത് പോലെ അവൻ രക്ഷപ്പെട്ടെന്ന് വരും. കെണിയിലാക്കപ്പെടുത്തി ഈ സ്വത്തുക്കളെല്ലാം നമ്മുടെ കയ്യിൽ വരണം. അന്ന് ഞാൻ നിന്നോട് ഈ കാര്യങ്ങൾ തുറന്നു പറഞ്ഞതിൽ പിന്നെ അതിനെപ്പറ്റി നമ്മൾ ഒരു കാര്യങ്ങളും ഡിസ്കസ് ചെയ്തിട്ടില്ല. എന്നുവെച്ച് ധൃതിയും പാടില്ല. അതെ, വളരെ പതിയെ വേണം എല്ലാം ചെയ്യാൻ. അതിന് സമയം വേണം. സമയമാകുമ്പോ ഞാൻ തന്നെ നിന്നോട് പറയാം. ഞാൻ അമ്മ പറയുന്നത് എന്തും ചെയ്യുമേ. ഒരിക്കൽ ഞാൻ അമ്മയെ തെറ്റിദ്ധരിച്ചതാ. സ്വന്തം മകനേക്കാൾ അമ്മയ്ക്ക് വളർത്തു മകനോടാണ് ഇഷ്ടമെന്ന്. ആ തെറ്റിദ്ധാരണ അമ്മ അന്ന് ഒരു നിമിഷം കൊണ്ടില്ലാതാക്കി. അതിനുശേഷം ഞാൻ അമ്മയെ ധിക്കരിച്ചിട്ടേ ഇല്ല. അമ്മയ്ക്ക് വേണ്ടിയാ ഞാൻ നിൽക്കുന്നത്. അമ്മ പറയുന്നതിനപ്പുറം എനിക്കൊന്നുമില്ല. എനിക്കറിയാം മോനെ. ഇപ്പൊ തൽക്കാലം നമ്മൾ പത്തി താഴ്ത്തി തന്നെ നിൽക്കണം. രാത്രിയിൽ അവരെന്താ സംസാരിക്കുന്നറിയണം. എന്നിട്ടാവാൻ ബാക്കി. ശരി ശരി, നീ കിടന്നു റെസ്റ്റ് ചെയ്യേ. ശരി അമ്മ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.